ഏത് നിമിഷവും പ്രഖ്യാപിക്കപ്പെട്ടേക്കാവുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ രാഷ്ട്രീയ കക്ഷികൾ തകൃതിയായി ആരംഭിച്ചു കഴിഞ്ഞു. ഫെബ്രുവരിയോടുകൂടെ പ്രഖ്യാപനമുണ്ടാകുമെന്നും ഏപ്രിലോടുകൂടി തെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ള സൂചനകൾ ഇതിനോടകം തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും രാഷ്ട്രീയ കക്ഷികൾക്ക് അതിനുവേണ്ടി കാത്തിരിക്കാൻ സമയമില്ല. ഒരുക്കങ്ങൾ ആരംഭിച്ചെങ്കിൽ മാത്രമേ മതിയാവുകയുള്ളൂ. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ രണ്ട് പ്രമുഖ മുന്നണികൾ തമ്മിലാണ് മത്സരം നടക്കാൻ പോകുന്നത് എന്നതാണ്. ഒരു ഭാഗത്ത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണി NDA, ചില നാമമാത്രമായ പ്രാദേശിക കക്ഷികൾ ഉൾപ്പെടുന്നതായ ഒരു മുന്നണി എന്നതിനെ വിശേഷിപ്പിച്ചാലും അധികപ്പറ്റാവുകയില്ല. മറുഭാഗത്ത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് മാത്രം രൂപപ്പെട്ടതായിട്ടുള്ള ഒരു പ്രതിപക്ഷ ഐക്യം INDIA എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ സഖ്യത്തിൽ ഏതാണ്ട് 27ലധികം രാഷ്ട്രീയ കക്ഷികൾ അംഗങ്ങളായിട്ടുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷവും പ്രാദേശിക കക്ഷികളാണ്. എന്നാൽ പോലും അതാത് സംസ്ഥാനങ്ങളിൽ ഭരണത്തിലിരിക്കുന്ന കക്ഷികൾ കൂടി ആയതുകൊണ്ട് അവരുടെ പ്രാധാന്യം കുറച്ച് കാണാൻ സാധിക്കുകയില്ല. ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ DMK, അല്ലെങ്കിൽ തെലുങ്കാനയിൽ, അല്ലെങ്കിൽ ആന്ധ്രയിൽ, അതുപോലെ ബീഹാറിൽ ജനതാദൾ യു എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ RJD എന്ന് പറയുന്ന, അല്ലെങ്കിൽ ശരത് പവാറിൻ്റെ NCP തുടങ്ങിയതായിട്ടുള്ള പ്രാദേശിക പ്രാധാന്യമുള്ള കക്ഷികളാണ് അതിനകത്ത് അംഗങ്ങളായിട്ടുള്ളത്. ഇപ്പോൾ ഇരു മുന്നണികളും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രധാനമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് സീറ്റുകളുടെ നിർണയത്തിലാണ്. BJP നേതൃത്വം കൊടുക്കുന്ന NDAയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ മുന്നണിയിൽ കാണുന്നില്ല, ഉണ്ടാകാൻ സാധ്യതയുമില്ല. കാരണം വളരെ വലിയ ഭൂരിപക്ഷമുള്ള ഭാരതീയ ജനതാ പാർട്ടി, പ്രത്യേകിച്ച് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി താരതമ്യേന അപ്രധാനമായ അസ്തിത്വം മാത്രമുള്ള ചെറു കക്ഷികളെ വരുതിക്ക് നിർത്താൻ അവർക്ക് യാതൊരു പ്രയാസവുമില്ല. അവിടെയും ഇവിടെയുമായി ചില സീറ്റുകളൊക്കെ അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അവരുടെ ലക്ഷ്യം തന്നെ ഏതാണ്ട് 400 സീറ്റുകൾ ഇപ്രാവശ്യം പാർലമെൻറ്റിൽ പിടിച്ചെടുക്കണം എന്നുള്ളതാണ്. ആ ഒരു തീരുമാനത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യക്ഷമായിട്ടുള്ള ലക്ഷണങ്ങളാണ് നരേന്ദ്രമോദി ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന റോഡ് ഷോകളും മഹാസമ്മേളനങ്ങളും. എന്നാൽ INDIA മുന്നണിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇപ്പോഴും അവിടെ ചില അപശബ്ദങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഉൾപ്പെട്ട് നിൽക്കുന്ന നേരത്തെ സൂചിപ്പിച്ചതായിട്ടുള്ള പല ഘടക കക്ഷികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് സീറ്റ് വിട്ടുകൊടുക്കുന്ന കാര്യത്തിലും ഉഭയകക്ഷി ബന്ധങ്ങളുടെ കാര്യത്തിലുമൊക്കെ വളരെ ഭിന്ന അഭിപ്രായത്തിലാണ്. ഉദാഹരണമായി ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും CPMഉം തമ്മിൽ കടുത്ത വൈരത്തിലാണ്. അതിനിടയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അവിടെ നിൽക്കുന്നത്. CPM പറയുന്നു തൃണമൂൽ കോൺഗ്രസുമായി യാതൊരു സഖ്യത്തിനും ഞങ്ങൾ തയ്യാറല്ല. അപ്പോൾ യഥാർത്ഥത്തിലൊരു വിഷമവൃത്തത്തിൽ ബംഗാളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പെട്ടിരിക്കുകയാണ്. ഇടതുപക്ഷ കക്ഷികളും തൃണമൂൽ കോൺഗ്രസും INDIA സഖ്യത്തിൽ കക്ഷികളാണ്. അപ്പോൾ സ്വാഭാവികമായി അവിടെ ഒരു വിട്ടുവീഴ്ച ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു സീറ്റ് ധാരണയിലെത്താനായി സാധിക്കുകയുള്ളൂ. ശ്രീമതി മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം വളരെ നാമമാത്രമായ ഒറ്റ സംഖ്യയിലുള്ള ചില സീറ്റുകൾ മാത്രമേ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാകുന്നുള്ളൂ.
അതുപോലെ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ നിലപാടും. ഡൽഹി, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ അവരാണ് ഭരിക്കുന്നത്. അവർക്കും അവിടെ വലിയ സ്വാധീനമുണ്ടെന്ന് അവർ അവകാശപ്പെടുമ്പോൾ അവർക്ക് നാമമാത്രമായ സീറ്റുകൾ മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വിട്ടുകൊടുക്കാനായി സാധിക്കുന്നുള്ളൂ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരേ മുന്നണിയിൽ അഖിലേന്ത്യാ തലത്തിൽ നിൽക്കുന്ന CPM-ഉം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിലാണ് ശക്തമായി ഏറ്റുമുട്ടുന്നത്. അതിനുള്ളതായ സ്വാതന്ത്ര്യമൊക്കെ INDA മുന്നണിക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പരക്കെ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബീഹാറിലെ ജനതാദൾ യു നേതാവായിരിക്കുന്ന, മുഖ്യമന്ത്രിയായിരിക്കുന്ന നിതീഷ് കുമാറിൻ്റെ ചാഞ്ചാട്ടമാണ്. നിതീഷ് കുമാർ ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോലും ആഗ്രഹിച്ചയാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം അദ്ദേഹം തന്നെ വളരെ പെരുപ്പിച്ച് കാട്ടി. അദ്ദേഹം മറ്റൊരു ഘട്ടത്തിൽ INDA മുന്നണിയുടെ കൺവീനർ സ്ഥാനത്തേക്ക് എത്താൻ വരെ ശ്രമിച്ചതാണ്. എന്നാൽ INDA മുന്നണിയിലുള്ള മറ്റ് ചില കക്ഷികളുടെ എതിർപ്പ് മൂലമാണ് അദ്ദേഹത്തിന് കൺവീനർ സ്ഥാനം ലഭിക്കാതെ പോയത്. RJDയുമായി ഒരു സഖ്യത്തിലാണ് അദ്ദേഹം ബീഹാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. RJD, ലാലു പ്രസാദ് യാദവിൻ്റെ നേതൃത്വത്തിലുള്ള RJD ഈ പറയുന്ന INDA സഖ്യത്തിലെ ഒരു മുഖ്യ രാഷ്ട്രീയ കക്ഷിയാണ്. അപ്പോൾ ഇത്തരം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നിർബന്ധ ബുദ്ധിയുമുള്ള രാഷ്ട്രീയ കക്ഷികളെ ഒരു മുന്നണിയിൽ ഒരുമിച്ച് നിർത്തുക എന്ന് പറയുന്ന വളരെ ആയാസകരമായിട്ടുള്ള ഒരു കൃത്യത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏർപ്പെട്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ ചില മണിക്കൂറുകളായി ചർച്ച ചെയ്യപ്പെടുന്നത് ശ്രീമാൻ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ BJPയുമായി ഒരു ധാരണയിലെത്താൻ പോകുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. നാളിതുവരെ BJPയെ ഒരു കാരണവശാലും അധികാരത്തിൽ പുനഃപ്രതിഷ്ഠിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പരോക്ഷമായും പ്രത്യക്ഷമായും പറഞ്ഞുകൊണ്ടിരുന്നതായ നിതീഷ് കുമാർ രായ്ക്ക് രാമാനം BJPയുമായി ചർച്ച നടത്തുന്നുണ്ട്. ഒരു പക്ഷേ BJP നേതൃത്വം കൊടുക്കുന്ന NDAയിലേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന മാധ്യമ വാർത്തകളാണിപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് INDA മുന്നണിക്ക് ഒരു വലിയ ആഘാതമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോലും ആഗ്രഹിച്ചിരുന്ന നിതീഷ് കുമാർ, INDA സഖ്യത്തിൻ്റെ കൺവീനറാകാൻ ആഗ്രഹിച്ചിരുന്ന നിതീഷ് കുമാർ ഇപ്പോഴും ബീഹാറിൽ നല്ല സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അവരോടൊപ്പം നിൽക്കുന്ന RJD പോലും നിതീഷ് കുമാറിൻ്റെ ഈ നീക്കത്തിൽ ഒരർത്ഥത്തിൽ ദുഃഖിതരാണ്. RJDയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമൊക്കെ വരും ദിവസങ്ങളിൽ നിതീഷ് കുമാറുമായി സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുകയും അദ്ദേഹത്തിൻ്റെ അസ്ഥിതയ്ക്കുള്ള കാരണങ്ങൾ കണ്ടെത്തി ഒരു യോജിപ്പിലെത്തി INDA എന്ന സഖ്യം വളരെ ശക്തമായി മുന്നോട്ട് നീങ്ങുകയും ചെയ്യും എന്നാണ് ഒരു വിഭാഗം ആളുകൾ പ്രതീക്ഷിക്കുന്നത്. INDA സഖ്യത്തിലുള്ള എല്ലാ കക്ഷികളും ആ മുന്നണി ശക്തമായി തന്നെ BJPയെ നേരിടണം എന്ന് അഭിപ്രായമുള്ളവരാണ്. പ്രാദേശികമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നണിയായി മുന്നോട്ട് പോകാൻ ദേശീയ തലത്തിൽ സാധിക്കുമെന്നുള്ള കണക്ക് കൂട്ടലുകളിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെ DMK, നേരത്തെ പറഞ്ഞതുപോലെ ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള NCP, ഒരു വിഭാഗം ശിവസേന, തൃണമൂൽ കോൺഗ്രസ്, RJD, അതുപോലെ സമാജ്വാദി പാർട്ടി, നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യു, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കക്ഷികളാണ്. അതിനകത്ത് ഒരു കക്ഷി പോലും മാറി നിന്ന് കഴിഞ്ഞാൽ
മാനസികമായി പോലും ഈ INDA സഖ്യത്തിനുണ്ടാകുന്ന ആഘാതം ചെറുതല്ല എന്നതാണ് പരമമായ യാഥാർത്ഥ്യം. അതുകൊണ്ട് വളരെയേറെ ആകാംക്ഷയോടും ജിജ്ഞാസയോടും കൂടിയാണ് ഇന്ത്യയിലെ പൊതുസമൂഹം, രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ ഈ INDA ഭാവിയെക്കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ അതുപോലെയുള്ള കൗശലങ്ങൾ പ്രയോഗിക്കാൻ കാത്തിരിക്കുന്ന BJPക്ക് ഇതൊരു വീണുകിട്ടിയ ആയുധമാകുമെങ്കിൽ അവർ അത് നന്നായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉപയോഗിക്കും എന്ന കാര്യത്തിലും ആർക്കും ഒരു സംശയവുമില്ല. അങ്ങനെ വടി കൊടുത്ത് അടി വാങ്ങിക്കാൻ INDA സഖ്യം പൊതുവായോ അതിനകത്ത് ഏതെങ്കിലും ഒരു കക്ഷിയോ തയ്യാറാകും എന്ന് കരുതുക വയ്യ. രാഷ്ട്രീയമാണ്, ഏത് നിമിഷവും മാറ്റം മറിച്ചിലുകൾ ഉണ്ടാകാം, തിരിമറികൾ സംഭവിക്കാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറന്നുകൊണ്ട് കടുത്ത വിട്ടുവീഴ്ച മനോഭാവത്തിൽ INDA സഖ്യത്തിലുള്ള 27-ലധികം കക്ഷികളും വലിപ്പച്ചെറുപ്പമില്ലാതെ ഐക്യത്തോട് മുന്നോട്ട് പോയാൽ മാത്രമേ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു മൂന്നാം ഊഴം കൊടുക്കാതിരിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു വിവേകവും ബുദ്ധിയും രാഷ്ട്രീയ പക്വതയും ഇപ്പോൾ INDAയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചെറുതും വലുതുമായ കക്ഷി നേതാക്കൾ കാട്ടുമെന്ന് തന്നെയാണ് ഇന്ത്യയിലെ നല്ല ഒരു വിഭാഗം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ശിഥിലമായി പോവുകയാണ് എങ്കിൽ സാങ്കല്പികമായി പറയട്ടെ, ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്ന 400 സീറ്റ് എന്ന് പറയുന്നത് അവർക്ക് കരസ്ഥമാക്കാൻ വലിയ പ്രയാസമുണ്ടാകും എന്ന് തോന്നുന്നില്ല. എന്നാൽ അതിനെക്കുറിച്ചുള്ള വിലയിരുത്തലിനുള്ള സമയമായിട്ടില്ല. ഇനിയും ഏതാണ്ട് 4-5 മാസങ്ങളോളം നമ്മുടെ മുൻപിലുണ്ട്. അതിനകത്ത് വെച്ച് തന്നെ രാഷ്ട്രീയമായ ഒരുപാട് മാറ്റങ്ങൾ, രാഷ്ട്രീയ ബന്ധങ്ങളിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഐക്യത്തോടുകൂടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഒരു മത്സരം ഇരു മുന്നണികൾ തമ്മിലായിരിക്കും, ഒരു ബലാബല പരീക്ഷണമായിരിക്കും ഉണ്ടാവുക. INDA എന്ന് പറയുന്ന സഖ്യം കരുത്തോടെ ഒത്തൊരുമയോടുകൂടെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് BJPക്ക് ഉയർത്തുന്ന ഒരു വലിയ വെല്ലുവിളിയായിരിക്കും എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചും BJP ബോധവാന്മാരാണ്. അതുകൊണ്ടാണ് അവർ വ്യാപകമായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പ്രചാരണം ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്നത്. അവരുടെ കയ്യിലുള്ള അധികാരം പരമാവധി ഉപയോഗിക്കും. അവർ അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ആളുകളെയും സമുദായങ്ങളെയും അല്ലെങ്കിൽ അതുപോലെ ജാതിയെയും വരെ അവർ ഉപയോഗിക്കും എന്നതിനും ആർക്കും തർക്കമുണ്ട് എന്ന് തോന്നുന്നില്ല. ജാതീയമായ വേർതിരിവും അതോടൊപ്പം തന്നെ ചേരിയും അതുപോലെ തന്നെ മതേതര രാഷ്ട്രമെന്ന് പറയുന്ന ഇന്ത്യയുടെ സങ്കല്പവുമൊക്കെ പരിഭാവനമായി സൂക്ഷിക്കേണ്ട ഒരു സമയത്ത് വിഭാഗീയത ഉണ്ടാക്കുന്നത് ആർക്കും ഭൂഷണമല്ല. അയോധ്യയിലെ ക്ഷേത്ര പ്രതിഷ്ഠയോടുകൂടെ സംബന്ധിച്ച് തന്നെ ചില ആളുകളിലുണ്ടായിരിക്കുന്ന മുറിവുകളൊക്കെ ഉണക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. 142 കോടി ജനങ്ങളും മതേതര സ്വഭാവത്തോട് പോകുന്ന ഒരു ഐക്യ ഭാരതമാണ് എല്ലാവരുടെയും ആഗ്രഹവും സങ്കല്പവും. അത് മനസ്സിലാക്കിക്കൊണ്ട് ജനാധിപത്യത്തിൻ്റെ എല്ലാ പരിഭാവനതയും സംശുദ്ധിയും കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഇരു മുന്നണികളും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുമെന്ന് തന്നെയാണ് സാധാരണ ജനസമൂഹം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും ആഗ്രഹിക്കുന്നതും.